ഹായ് വെൽക്കം ബാക്ക് ടു അബിസുഷൻ. നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു സെറ്റിംഗ്സ് ഉണ്ട്. ആ സെറ്റിംഗ്സ് കാരണം നമ്മുടെ പാസ്വേഡുകൾ, പ്രത്യേകിച്ച് ബാങ്കിന്റെ പാസ്വേഡുകൾ, ഇങ്ങനത്തെ പല പല പാസ്വേഡുകളും മറ്റുള്ളവരുടെ കയ്യിലേക്ക് എത്താനുള്ള വളരെ ചാൻസ് കൂടുതലാണ്. അതുവഴി നമ്മുടെ പണം നഷ്ടപ്പെട്ടു പോകാനും വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന സെറ്റിംഗ്സുകൾ നിങ്ങളൊന്ന് ഫോണിൽ ഓൺ ആണോ നോക്കുക. ഓൺ ആണെങ്കിൽ അതൊന്ന് നിങ്ങളൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. അത് വളരെയധികം സെക്യൂർ ആയിട്ടിരിക്കും. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ മൊബൈലിൽ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്തു വെക്കുന്ന ചില തെറ്റുകളുണ്ട്. അത് നമ്മുടെ പണം നഷ്ടപ്പെടുന്നത് മാത്രം നമ്മുടെ പാസ്വേഡുകളെല്ലാം നഷ്ടപ്പെടുത്തുന്നുണ്ട്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഗൂഗിൾ ക്രോമിന്റെ ഇന്റർഫേസ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഏറ്റവും മുകളിലായിട്ട് 3 ഡോട്ട്സ് കാണുന്നുണ്ട്, 3 ഡോട്ട്സ്. ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഫോണിലൊന്ന് നോക്കുക. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമുക്ക് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെയാണ് നമ്മുടെ ഫോണിന്റെ പാസ്വേഡുകളൊക്കെ, നമ്മുടെ ആപ്ലിക്കേഷന്റെ പാസ്വേഡുകളൊക്കെ നമുക്ക് ഇവിടെയാണ് ഉണ്ടാവുക. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓരോന്നിന്റെയും പാസ്വേഡുകൾ മറന്നുപോയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിന് തൊട്ട താഴെയുള്ള ആ സെറ്റിംഗ്സ് കാണുന്നില്ല, ആ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ട് ഓഫർ ടു സേവ് പാസ്വേഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇത് നമ്മൾ നമ്മൾ എനേബിൾ ആണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് എനേബിൾ ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ കയറിയാൽ ഓട്ടോമാറ്റിക്കലി പാസ്വേഡുകൾ സേവ് ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെ സേവ് ആവുന്ന കാര്യങ്ങൾ നമ്മുടെ ഫോൺ മറ്റാരെങ്കിലും കയ്യിൽ എത്തുകയാണെങ്കിലോ അല്ലെങ്കിൽ ഗൂഗിൾ മറ്റാരെങ്കിലും ഷെയർ ചെയ്യപ്പെട്ട തേർഡ് പാർട്ടിക്ക് ഷെയർ ചെയ്താൽ അവർക്കും അത് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഓട്ടോ സൈൻ ഇൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷനും നമ്മൾ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഡിസേബിൾ ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ കയ്യിലുള്ള ഒരു ഡയറിയിലേക്ക് നമ്മുടെ പാസ്വേഡുകൾ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുവഴി നമുക്ക് നമ്മുടെ പാസ്വേഡുകളൊക്കെ സംരക്ഷിക്കാനും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ സംരക്ഷിക്കാനും സാധിക്കും. അതുപോലെ തന്നെ പാസ്വേഡ് അലേർട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിന് താഴെ കാണാൻ സാധിക്കും. അത് നമ്മൾ എനേബിൾ ചെയ്ത് വെക്കുക. അത് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ, നമ്മുടെ വെബ്സൈറ്റിൽ ഏതെങ്കിലും നമ്മുടെ പാസ്വേഡുകൾ വിസിബിൾ ആണെങ്കിൽ, ആർക്കെങ്കിലും അറിയുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് നമുക്ക് അത് കാണിച്ചു തരും. അതാണ് ഈ പാസ്വേഡ് അലേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പേയ്മെന്റ് മെത്തേഡ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്, പേയ്മെന്റ് മെത്തേഡ്സ്. ആ പേയ്മെന്റ് മെത്തേഡ്സ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ കാണിക്കുന്നുണ്ട് സേവ് ആൻഡ് ഫിൽ പേയ്മെന്റ് മെത്തേഡ്സ് ഉണ്ട്. അതും ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ഫില്ല് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മൾ തേർഡ് പാർട്ടിക്കൊക്കെ ഇത് കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് നമ്മുടെ പണം അപഹരിക്കുന്നതിനൊക്കെ വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതും ഒന്ന് ഓഫ് ചെയ്യുക. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഗൂഗിളിൽ തന്നെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് എല്ലാവരും ഓഫ് ചെയ്യുക.